നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പച്ചപ്പ് തച്ച നെൽപ്പാടങ്ങളും ചെറിയ തോടും പുഴയും ഒക്കെ കാണാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ ആരായിരിക്കുമല്ലേ ഉള്ളെ. അങ്ങനെ ഒരു പാടത്തിനോട് ചേർന്നൊരു കൊച്ചു വീട് കൂടി ആയാലോ? ആഹാ, അടിപൊളി. താമസിക്കാൻ ഇതിൽ പരം വേറൊരു അടിപൊളി സ്ഥലം കാണത്തില്ല. വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വളരെ സമാധാനപരമായി നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് കൂടി ചേർന്ന് സന്തോഷത്തോടെ താമസിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ സ്വപ്നങ്ങളിലെ പോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ താമസിക്കാനും കൂടെ സാധിച്ചാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന അങ്ങനെ ഒരു വീട്ടിലേക്കാണ്. അപ്പൊ ഇത് എവിടെയാണെന്നല്ലേ, വേറെ എങ്ങുമല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടി റിസോർട്ടിലോട്ടാണ് കേട്ടോ. പാലക്കാട് ജില്ല എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഓർമ്മ വരുന്നത് നല്ല ഗ്രാമീണത തുളുമ്പുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സംശയിക്കേണ്ട, അങ്ങനെ ഒരു അടിപൊളി മനോഹരമായ ഒരു ഗ്രാമീണത തുളുമ്പുന്ന ഒരു നാട്ടിലെ റിസോർട്ടിലോട്ടുള്ള യാത്രയാണിത്. അപ്പം പാലക്കാട് നിന്ന് ഷൊർണൂരിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ച അവിടെ നിളനദിയുടെ അടുത്തായുള്ള ഒരു പാടങ്ങൾ, ചുറ്റും പാടങ്ങൾ മാത്രമുള്ള ഒരു സുന്ദരമായ ഒരു റിസോർട്ടാണ് കേട്ടോ, ഹാപ്പി ലാൻഡ് റിസോർട്ട്. അപ്പം ഹാപ്പി ലാൻഡ് റിസോർട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പാലക്കാടിന്റെ പച്ചപ്പിനെ വെട്ടിമുറിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന ട്രെയിനും പുഴയും ഒക്കെ കാണാം. ഒരു മടിയും കൂടാതെ ഇങ്ങോട്ട് പോകുന്നോളൂ. നമ്മുടെ ഹാപ്പി ലാൻഡ് റിസോർട്ടിൽ ഹാപ്പി ആയിട്ട് ലാൻഡ് ചെയ്തോളൂ. അടിപൊളിയായിട്ട് കുറച്ച് ദിവസം ഈ പാടങ്ങളും ഈ ഗ്രാമീണതകളും എല്ലാം ആസ്വദിച്ച് തങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലാൻഡിലേക്ക് സ്വാഗതം. കാണുന്നുണ്ട് എൻട്രൻസ്. അവിടെ നിന്ന് വന്നിട്ട് ഇതെങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് കിടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പുറത്ത് അങ്ങ് ദൂരത്ത് നമുക്ക് ഒരുപാട് പാടങ്ങളും കാണാം കേട്ടോ. ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു സൗണ്ടും ഇല്ല, ഫുള്ള് കാം ആൻഡ് ക്വയറ്റായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. സൈഡിലാണെങ്കിൽ ചെറിയൊരു കാട് പോലെയും ഇങ്ങോട്ട് വരുന്ന വഴി നല്ല രസമാണ് കേട്ടോ. അത് നമ്മൾ തിരിച്ച് പോകുന്ന നേരത്തെ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. അവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, പ്രോഗ്രസ് ആണ്. ഇത് ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വളർന്ന ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലോട്ട് തന്നെ ഫുള്ള് ചെടികളാണ് കേട്ടോ. പിന്നെ ഈ ഓട് പോലത്തെ സെറ്റപ്പ് കണ്ട നല്ല രസമാണ്. ഇവിടെ ഇനി ഒരു ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിക്കാനോ അങ്ങനെ ഇതിനൊക്കെ സെറ്റപ്പ് ആക്കാൻ പ്ലാൻ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വന്നാൽ നല്ല അടിപൊളിയാവും. ചെടി അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ സെറ്റ് ചെയ്യാനുള്ള ചെടികളുണ്ട്. ഇതാണ് കേട്ടോ പ്രോപ്പർട്ടി. ഇവിടെ നിന്നത് ഇങ്ങനെ ഇങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുളം കാണാം കേട്ടോ. ഇഷ്ടം പോലെ മീനുണ്ട്. മുക്കിയാലോ? ഇല്ല, വലിയ 2 മീനുകളുണ്ട്. അവിടെ ഒരെണ്ണം കണ്ട, അത് ഇതിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ ഒക്കെ ഇതിനെ അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരെണ്ണം അങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ ആൾ പറഞ്ഞത് പ്രകാരം ഒരു 3.5-4 കിലോ ഉണ്ടാവും എന്നാണ് ആൾ പറഞ്ഞത്. കൂടെ ട്രെയിൻ പോകുന്നുണ്ടോ, ടോട്ടൽ വ്യൂ ഉണ്ടോ, അങ്ങനെ ട്രെയിൻ പോകുന്നുണ്ടോ. അവിടെ ട്രെയിൻ ഇവിടെ ഫിഷിങ്ങിനുള്ള സെറ്റപ്പൊക്കെ വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്നത്. ഇങ്ങനെ ഒരു അടിപൊളി ഏരിയയിലാണ്. നമുക്കിത് ഇറങ്ങി പോയിട്ട് ഇവിടെ കാമാണ് കേട്ടോ ഈ സ്ഥലം ഫുള്ളായിട്ട്. പോണ ട്രെയിൻ